സൂക്ഷിച്ചില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതേപോലെ അടിച്ചു പോകും. സോ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇതൊക്കെ രക്ഷപ്പെടാം. അപ്പൊ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് എന്റെ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മിസ് ഔട്ട് ആയി പോകാതിരിക്കുക. എന്റെ ഈ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ അതിൽ ഫസ്റ്റ് വണ്ണാണ് നിങ്ങൾ ഈ കാണുന്ന ക്യാപ് കട്ട്. ക്യാപ് കട്ട് നമുക്കറിയാം, എല്ലാവരും ഇപ്പൊ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള മെയിൻ ഡ്രോബാക്ക് വെച്ചാൽ നമുക്ക് VPN യൂസ് ചെയ്യുന്നതായിട്ടുണ്ട്. VPN യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഇന്ത്യയിലാണ്, VPN എടുത്ത സമയത്ത് US വേറെ ഏതെങ്കിലും നേപ്പാള്, ചൈന, ജപ്പാൻ ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് നമ്മൾ എന്താ പറയുക നമ്മളെ IP അഡ്രസ്സിനെ റീറൂട്ട് ചെയ്തിട്ട് കാണിക്കുക ചെയ്യുന്നത്. അപ്പൊ ഈ സെയിം പ്രോസസ് ചെയ്ത് കണ്ട് നമ്മൾ വേറെ ഒരു കൺട്രിയിൽ VPN വെച്ചിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം അത് ഒരു ബോട്ട് ലോഗിൻ ആയിട്ടോ അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഹാക്കിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും പേർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ സസ്പീഷ്യസ് ആയിട്ട് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് സസ്പെൻഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഒറ്റ തവണ ചെയ്താൽ മാത്രം ആയിക്കോളണമെന്നല്ല, ബട്ട് ദർ ഇസ് എ ചാൻസ്. അപ്പോൾ ആ ചാൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് കൺട്രിയിലാണോ നിൽക്കുന്നത് ആ കൺട്രിയിലുള്ള IP അഡ്രസ് യൂസ് ചെയ്യുന്നത് മാത്രം ലോഗിൻ ചെയ്യുക. അല്ലാത്ത പക്ഷം ഈ റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കാൻ റെഡിയാവും. നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവുന്ന ചാൻസ്. പിന്നെ ഈ ഒരു കാര്യം മാത്രമല്ല, സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരും DM ഓട്ടോമേഷൻ ടൂളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കമന്റിങ്ങിന് ഓട്ടോമേഷൻ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഓട്ടോമേഷൻ ടൂൾ എന്ന് പറയുന്നത് ശരിക്ക് മെറ്റേന്റെ സൈഡിൽ നിന്ന് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓട്ടോമേഷൻ ടൂളാണ്. അതല്ല നമ്മൾ തേർഡ് പാർട്ടി സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് ഒരു സസ്പീഷ്യസ് സാധനമായിട്ട് നമ്മുടെ മെറ്റേന്റെ സൈഡിൽ നിന്ന് തന്നെ അത് ഡിറ്റക്ട് ചെയ്യും. അപ്പൊ ഇൻസ്റ്റഗ്രാം അത് സസ്പെൻഡ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് നമ്മൾ ഈ തേർഡ് പാർട്ടി ഓട്ടോ DM അല്ലെങ്കിൽ ഓട്ടോ കമന്റിങ് ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇത് സസ്പെൻഡ് വന്നോളന്നില്ല, ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ചാൻസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതേപോലെ നിങ്ങൾ എന്തൊരു തേർഡ് പാർട്ടി ഇതേപോലത്തെ എക്സ്റ്റൻഷനോ അങ്ങനത്തെ എന്ത് സാധനം നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലായിട്ട് ലിങ്ക് ചെയ്യാൻ, ഫേസ്ബുക്ക് അക്കൗണ്ടിലായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്തും ദർ ഇസ് എ റിസ്ക്. നിങ്ങൾക്ക് ഓത്തറൈസ്ഡ് ആയിട്ട് മെറ്റേന്റെ സൈഡിൽ നിന്ന് ആഡ് റൺ ചെയ്യാൻ പറ്റും. നിങ്ങളെ റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്, ഓട്ടോ DM മെത്തേഡ്, ഓട്ടോ കമന്റിനുള്ള മെത്തേഡ് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിന്റെ എഡിറ്റ്സ് ടൂൾ ഉണ്ട്. അങ്ങനെ ഓത്തറൈസ്ഡ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ അല്ലെ മെറ്റേന്റെ സൈഡിൽ തന്നെ തരുന്ന ടൂൾസ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ടൂൾസ് ഒക്കെ അവരുടെ സൈഡിൽ നിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പൊ അതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചു. അപ്പൊ നെക്സ്റ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ അടുത്ത ദിവസം കാണുന്നതായിരിക്കും.